ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ ഷോ വയനാട് ഫ്ലവർ ഷോയ്ക്ക് പോയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നൈറ്റ് പെട്ടെന്നിട്ടൊരു പ്ലാനായിരുന്നു, എന്നാൽ നമുക്ക് ഫ്ലവർ ഷോയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയി. അടിപൊളിയായിരുന്നു ഗൈസ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, ഇഷ്ടം പോലെ വെറൈറ്റി ഫ്ലവേഴ്സ് കാണാൻ പറ്റി. കുറേ നമുക്ക് പരിചയമുണ്ട്, പക്ഷേ കുറേ നമുക്കറിയാത്ത ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ലൈറ്റനിങ് ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല ഗൈസ്. കണ്ടില്ലേ മഞ്ഞ കളർ ഫ്ലവേഴ്സൊക്കെ കാണുമ്പം വീഡിയോയിലൂടെ കാണുമ്പോൾ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് നേരിട്ട് പോയി എന്തായാലും വിസിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റായി പോയി. നമ്മൾ കുറച്ച് മുന്നേ പോയതായിരുന്നു, ബട്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. ഒരു പനിയും ജലദോഷവും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ജലദോഷത്തിൻ്റെ ഇതൊന്നും മാറിയിട്ടില്ല. ഇത് കണ്ടില്ലേ ഇവരെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നതെന്ന് നല്ല രസമുണ്ട്. ഇവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ. എന്തായാലും നിങ്ങളൊന്ന് പോയി വിസിറ്റ് ചെയ്യേണ്ടതാണ് വയനാടുകാരുടെ ഫ്ലവർ ഷോ. ഗൈസ്, നമ്മളങ്ങനെ കുറേ ഫ്ലവേഴ്സ് കണ്ടിങ്ങനെ നടക്കുകയാണ്. വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ബോറടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, ബട്ട് നേരിട്ട് കാണാൻ ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. വാവ് ഗൈസ്, കുറേ ബേർഡ്സൊക്കെ ഇതാ പറന്ന് കളിക്കുന്നു. ലവ് ബേർഡ്സ് ആണ് ഗൈസ്, ലവ് ബേർഡ്സ്. വേറെയും കുറേ ബേർഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. വാവ്, എന്തായാലും ഇതൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്കിങ്ങനെ എത്ര കണ്ടാലും മതിയാവൂല. വാവ് ഗൈസ്,
ഇങ്ങനെ വെറൈറ്റി കളറിലുള്ള ബേർഡ്സിനെ കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ അവിടെ എന്താ പാരറ്റൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോയ്ക്ക് എവിടെയോ ഒന്ന് കിട്ടിയിട്ടുണ്ട്. കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട് ഈ പ്രാവശ്യം, ഒരുപാടുണ്ട് കാണാൻ. പിന്നെ പഴയ കാലത്തെ കുറേ സംഭവങ്ങളും പിന്നെ കുറേ ഷോപ്സ് ഉണ്ട്. ഇതുപോലെ വെജിറ്റബിൾസിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ ഉണ്ട്. പിന്നെ അല്ലാതെ ഓർണമെൻറ്റ്സിൻ്റെ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. പിന്നെ നമ്മൾ മെയിൻ പരിപാടി ഫുഡ് അടിക്കലാണല്ലോ. ഫുഡ് അടിക്കേണ്ട ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ചെരുപ്പുകൾ, അയ്യോ ഒന്നും പറയണ്ട, അടിപൊളി കളക്ഷനൊക്കെ ആട്ടോ. കുറച്ച് ഓൾഡ് മോഡലാണെങ്കിലും അടിപൊളിയാണ്. ഇത് മുഴുവൻ ഷൂ ആണ്. പിന്നെ ഇതാ നമ്മുടെ മെയിൻ സ്പോട്ട് ഫുഡ്. കുറേ സ്നാക്സ് ഉണ്ട്. അതുപോലെ തന്നെ ബുക്സ് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ്. ബുക്സ് ഉണ്ട്. പിന്നെ ബാഗ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. വെറൈറ്റി ബാഗ്സ്. പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത്, തുണികൾ, പാൻസ്, മൊബൈൽ കവേഴ്സ്, ക്രാബ്, അതുപോലെ ഇഷ്ടംപോലെ ഉണ്ട്. കമ്മലുകളുടെയൊക്കെ കളക്ഷൻ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ജിംകാസ്, അടിപൊളി ക്ലിപ്സ് ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വെച്ചുന്ന മാല, വള, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളിയായിരുന്നു. അതുപോലെ ടോയ്സ് ഉണ്ട്. എല്ലാം നമ്മളിങ്ങനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഗൈസ്. നമ്മൾ കുറേ അട്രാക്റ്റ് ആയതാണ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ സംഭവങ്ങളുണ്ട്. പിന്നെയും നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് സ്നാക്സ് ബജ്ജിക്കടേൻ്റെ ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഗൈസ് അതാ നമ്മുടെ പാർക്ക്, ആകാശൂഞ്ഞാൽ, പിന്നെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് പോയി വിസിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കുറേ ഗെയിംസ് ഉണ്ട്. അയ്യോ അടിപൊളി ഗെയിംസും ഗിഫ്റ്റും ഒക്കെ ഉണ്ട്. കുട്ടികളെയും കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഇതിനകത്തൊക്കെ ഒന്ന് കയറി നോക്കണം. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സ് മാത്രമല്ല, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ ഗെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള കുറേ ഗെയിംസ് ഉണ്ട്. അങ്ങനെ കുറേ അടിപൊളി സംഭവങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറേ അടിപൊളി സംഭവങ്ങൾ ഈ പ്രാവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും പോയൊന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ.